ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന മക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ, വായിച്ച് മനസ്സിലാക്കാം. റീഡ് ദ ഫോളോവിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രവി ലിവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദ ഹിൽസ്. രവി എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു മലകൾക്കടുത്തുള്ള ഒരു സ്മോൾ വില്ലേജിൽ, അല്ലെ, ഒരു കുഞ്ഞു വില്ലേജിലാണ് താമസിച്ചിരുന്നത്. എവറി മോർണിംഗ് ഹി വാക്ക്ഡ് ടു സ്കൂൾ വിത്ത് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാ ദിവസവും രാവിലെ അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ സ്കൂളിലേക്ക് നടന്നു പോകുമായിരുന്നു. അർജുൻ എന്നാണ് ആ ഫ്രണ്ടിൻ്റെ പേര്. വൺ റെയിനി ഡേ, ഒരു മഴയുള്ള ഒരു ദിവസം, വൈൽ ദേ വേർ വാക്കിംഗ്, അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദേ സോ എ ബേബി ബേർഡ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്, ആ ഒരു കുഞ്ഞു പക്ഷി ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു. ഇറ്റ് ഹാഡൻ ഫോൾ ഫ്രം ഇറ്റ്സ് നെസ്റ്റ്, അതിൻ്റെ കൂട് നഷ്ടമായിട്ടുണ്ടായിരുന്നു. രവി ജെന്റ്ലി പിക്ക്ഡ് അപ്പ് ദ ബേർഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എ ഡ്രൈ ബോക്സ്. രവി എന്ത് ചെയ്തു? അതിനെ പതുക്കെ എടുത്തിട്ട് ഒരു ഉണങ്ങിയ ബോക്സിലേക്ക് വെച്ചു. ആഫ്റ്റർ സ്കൂൾ ദ ബോയ്സ് ടുക്ക് ദ ബേർഡ് ടു എ വെറ്റ്. അതിനെ സ്കൂൾ കഴിഞ്ഞപ്പോൾ ആൺകുട്ടികൾ എന്ത് ചെയ്തു? അതിനൊരു മൃഗ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ വെറ്റ് സെയ്ഡ് ദ ബേർഡ് വാസ് ഫൈൻ ബട്ട് നീഡഡ് റെസ്റ്റ്. ഒരു മൃഗ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിന് വിശ്രമം ആവശ്യമാണ്. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് രവി ആൻഡ് അർജുൻ ടുക്ക് കെയർ ഓഫ് ദ ബേർഡ്. അങ്ങനെ അടുത്ത കുറച്ച് ദിവസങ്ങൾ രവിയും അർജുനും അതിനെ നന്നായിട്ട് കെയർ ചെയ്തു. വെൻ ഇറ്റ് വാസ് സ്ട്രോങ് ഇനഫ് ടു ഫ്ലൈ ദേ റിലീസ്ഡ് ഇറ്റ് നിയർ ദ ട്രീ ഇറ്റ് ഹാഡ് ഫോളൻ ഫ്രം. അത് നന്നായിട്ട് സ്ട്രോങ് ആയപ്പോൾ നന്നായി പറക്കാൻ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ, നല്ല സ്ട്രോങ് ആയി പറക്കാൻ റെഡി ആയപ്പോൾ, ദ റിലീസ്ഡ് ഇറ്റ് നിയർ ദ ട്രീ ഇറ്റ് ഹാഡ് ഫാളൻ ഫ്രം. അത് അവർക്ക് ഏത് ട്രീയുടെ അടുത്തു നിന്നാണോ കിട്ടിയത്, അല്ലേ, അത് എവിടെയാണോ വീണ് കിടന്നിരുന്നത് ആ ട്രീയുടെ അടുത്തേക്ക് അവരതിനെ കൊണ്ടുപോയിട്ട് വിട്ടു. ദ ബേർഡ് ഫ്ലാപ്ഡ് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അവേ ഹാപ്പിലി. അപ്പോൾ ആ ബേർഡ് എന്ത് ചെയ്തു? സന്തോഷത്തോടെ ചിറകിട്ടടിച്ചു പറന്നുപോയി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വേർ ഡിഡ് രവി ലിവ്? എവിടെയായിരുന്നു രവി താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ഇൻ എ സിറ്റി. സെക്കൻഡ്, ബി, നിയർ ദ സീ. സി, ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദ ഹിൽസ്. ഡി, ഇൻ എ ഫോറസ്റ്റ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി, ഇൻ എ സ്മോൾ വില്ലേജ് നിയർ ദ ഹിൽസ്. കുന്നുകൾക്കടുത്തുള്ള ഒരു കുഞ്ഞു വില്ലേജിലാണ് താമസിച്ചിരുന്നത്, അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് രവി ആൻഡ് അർജുൻ ഫൈൻഡ് ഓൺ ദ റെയിനി ഡേ? എന്തായിരുന്നു ആ ഒരു മഴയുള്ള ദിവസം അവർ കണ്ടത്? ഓപ്ഷൻ എ, എ കിറ്റൻ. ഓപ്ഷൻ സി, എ ബ്രോക്കൺ എഗ്. ഓപ്ഷൻ ബി, എ ബേബി ബേർഡ്. ഓപ്ഷൻ ഡി, എ പപ്പി. അല്ലേ, എന്തായിരുന്നു ആൻസർ? എ ബേബി ബേർഡ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് രവി യൂസ് ടു കീപ് ദ ബേർഡ് സേഫ്? ആ ഒരു ബേർഡിനെ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കാൻ എന്താണ് രവി യൂസ് ചെയ്തത്? ഓപ്ഷൻ എ, ബാസ്കറ്റ്. ബി, എ ടവൽ. സി, എ സ്കൂൾ ബാഗ്. ഡി, എ ഡ്രൈ ബോക്സ്. ഓപ്ഷൻ ഡി, എ ഡ്രൈ ബോക്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, where did they take the bird after school? എവിടേക്കാണ് അവർ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബേർഡിനെ കൊണ്ടുപോയത്? ഓപ്ഷൻ എ, ടു ദെയർ ഹോം. ഓപ്ഷൻ ബി, ടു എ ഫോറസ്റ്റ്. ഓപ്ഷൻ സി, ടു എ വെറ്റ്. ഓപ്ഷൻ ഡി, ടു ദെയർ ടീച്ചർ. ആൻസർ, ടു എ വെറ്റ്. ഫിഫ്ത്ത് വൺ നോക്കൂ. ഫൈൻഡ് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സെറ്റ് ഫ്രീ. ഈ പാസേജിൽ നിന്ന് സെറ്റ് ഫ്രീ, അതായത് സ്വാതന്ത്ര്യം എന്നൊരു മീനിങ് വരുന്ന ഒരു വേർഡ് ഉണ്ട്. അത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, കെയർ. ബി, റിലീസ്ഡ്. സി, ഫ്ലാപ്ഡ്.
ദി റെസ്ക്യൂ. അപ്പോൾ ഉത്തരം ഫ്ലാപ്പ്, അതായത് ചിറകെട്ടടിച്ചു അല്ലേ. അതിനെ തുറന്നു വിട്ടപ്പോൾ സന്തോഷത്തോടെ ചിറകെട്ടടിച്ചു പറന്നുപോയി. അപ്പോൾ ആ ഒരു മീനിങ് ഏകദേശം അതിലൂടെ ഒരു ആശയം വരുന്നത് ഫ്ലാപ്പഡ് എന്നതാണ്. ഇനി ആക്ടിവിറ്റി സെക്കൻഡ് നോക്കൂ. കോൺവെർസേഷൻ. Aisha is very excited after planning a study tour to Lakshadweep. She shares her excitement with her cousin Rashid, who lives in Kerala. They talk about the island, the sea, food, and occupations of the islanders. Complete the conversation. Write a minimum of 5 exchanges. ലക്ഷദ്വീപിലേക്ക് ഒരു പഠനയാത്ര പ്ലാൻ ചെയ്തതിന് ശേഷം ആയിഷ എന്താണ്, വളരെ ആവേശത്തിലാണ്. ഷീ ഷെയർസ് ഹെർ എക്സൈറ്റ്മെൻറ്റ് വിത്ത് ഹെർ കസിൻ റാഷിദ് ഹു ലിവ്സ് ഇൻ കേരള. കേരളത്തിലുള്ള തൻ്റെ കസിൻ റാഷിദുമായിട്ട് അവൾ തൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആവേശം അല്ലേ, അവൾ ഷെയർ ചെയ്യാണ്. ദേ ടോക്ക് അബൌട്ട് ദ ഐസ്ലാൻഡ്സ്, ദ സീ, ഫുഡ് ആൻഡ് ഒക്കുപ്പേഷൻസ് ഓഫ് ദ ഐസ്ലാൻഡേഴ്സ്. അവരവിടുത്തെ എന്താണ് ഫുഡിനെ കുറിച്ചും കടലിനെ കുറിച്ചും തൊഴിലുകളെ കുറിച്ചൊക്കെ എന്താണ് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയാണ്. റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. ഒരു 5 എക്സ്ചേഞ്ചസ് എങ്കിലും നമ്മളോട് എഴുതാനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ. ഐഷ, ഹായ് റാഷിദ്, വി ആർ ഗോയിങ് ഓൺ എ സ്റ്റഡി ടൂർ സൂൺ. റാഷിദ്, ഞങ്ങൾ ഉടൻ തന്നെ ഒരു സ്റ്റഡി ടൂറിന് പോകുന്നുണ്ട്. അപ്പോൾ റാഷിദ് എന്ത് പറയും? അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷൻ ആട്ടോ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? റാഷിദ്, വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, ആർ യു ഗോയിങ് ടു സീ ദ കോറൽ റീഫ്സ് ആൻഡ് ദ ബ്ലൂ സീ. അതായത് വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, അത് കൊള്ളാം. ആർ യു ഗോയിങ് ടു ദ സീ കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകളും ആൻഡ് ദ ബ്ലൂ സീ, നീലക്കടലൊക്കെ കാണാനാണല്ലേ നീ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആയിഷ, യെസ്, അവർ ടീച്ചർ സെഡ് ദ വാട്ടർ ദർ ഈസ് വെരി ക്ലിയർ, വി വിൽ സീ മെനി കളർഫുൾ ഫിഷസ് ടു. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വെള്ളം എന്താണ്, വളരെ ക്ലിയർ ഉള്ളതാണ്, ഞങ്ങൾക്ക് ഒരുപാട് കളർഫുൾ ഫിഷസ്, മീനുകളെ കാണാൻ കഴിയും. റാഷിദ്, സൂപ്പർ, വാട്ട് ഡു ദ പീപ്പിൾ ഡു ഫോർ എ ലിവിങ് ദർ. അവിടെയുള്ള ജനങ്ങൾ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആയിഷ, മോസ്റ്റ് ഐസ്ലാൻഡേഴ്സ് ആർ ഇൻടു ഫിഷിംഗ് ആൻഡ് കോക്കനട്ട് ഫാമിംഗ്. ദേ ആൾസോ മേക്ക് ബ്യൂട്ടിഫുൾ തിങ്സ് വിത്ത് കോയർ. എന്താണ്, മിക്ക ദ്വീപ് നിവാസികളും മത്സ്യബന്ധനത്തിലും അതുപോലെ തന്നെ തേങ്ങാ കൃഷിയിലും ഏർപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ല ഭംഗിയായിട്ട് കയറ് കൊണ്ട് എന്താ പറയുക, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. റാഷിദ് പറയാൻ, ഐ ഹാവ് ഹിയർഡ് ദെയർ ഫുഡ് ഈസ് ടേസ്റ്റി ടു. ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ഭക്ഷണം വളരെ ടേസ്റ്റിയാണ്. ദ യൂസ് എ ലോട്ട് ഓഫ് കോക്കനട്ട് ആൻഡ് ട്യൂണ ഫിഷ്. അവരൊരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, തേങ്ങയും അതുപോലെ തന്നെ ട്യൂണ ഫിഷും ഉപയോഗിക്കുന്നുണ്ട്. ഐഷ, എക്സാക്ട്ലി, ഇറ്റ് ഈസ് വെരി സിമിലർ ടു അവർ കേരള ഫുഡ്. ഐ വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ഫോട്ടോസ് ഫോർ യു. ശരിയാണ്, നമ്മുടെ കേരള ഫുഡുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളോട് എങ്ങനെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ തയ്യാറാക്കേണ്ടത്. ദ പോം ദ ബോട്ട് ഷോസ് ദ ഡീപ് ലവ് ആൻഡ് സാക്രിഫൈസ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ ഫ്ലഡ്. എ sick mother, her pregnant daughter, and her son are waiting for a rescue boat that has space for only one person. Instead of saving themselves, each one wants the other to be rescued. The son, after the rescue, is chatting with his friend Arjun, who lives in a safe town, about what happened during the flood and how his family showed selfless love. ഈ ഒരു കവിത, ദ ബോഡി എന്ന് പറയുന്ന ഈ കവിതയിൽ എന്താണ്, വെള്ളപ്പൊക്ക സമയത്തുണ്ടായ ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, സ്നേഹവും ആഴത്തിലുള്ള സ്നേഹവും ത്യാഗവും ഒക്കെയാണ് കാണിക്കുന്നത്. എ സിക്ക് മദർ, രോഗിയായ അമ്മയും, ഹർ പ്രഗ്നൻറ്റ് ഡോക്ടർ, അവരുടെ ഗർഭിണിയായ മകളും, ആൻഡ് ഹർ സൺ ആർ വെയിറ്റിംഗ് ഫോർ എ റെസ്ക്യൂ ബോട്ട് ദാറ്റ് ഹാസ് സ്പേസ് ഫോർ ഓൺലി വൺ പേഴ്സൺ. അവരെന്ത് ചെയ്യാണ്, ഒരൊറ്റ ആൾക്ക് മാത്രം
പോകാൻ സ്പേസ് ഉള്ള ഒരു ബോട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സേവിങ് ദംസെൽസ്, അവർ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, ഈച്ച് വൺ വാണ്ട്സ് ടു അതർ ടു ബി റെസ്ക്യൂഡ്, ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് സ്വയമല്ലാതെ മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ദ സൺ ആഫ്റ്റർ ദ റെസ്ക്യൂ, അങ്ങനെ മകന് രക്ഷപ്പെട്ടതിന് ശേഷം ചാറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട് അർജുൻ, അവൻ്റെ കൂട്ടുകാരനായ അർജുനോട് ചാറ്റ് ചെയ്യണം. എന്താണ്, അവർ ലിവ്സ് ഇൻ എ സേഫ് ടൗൺ, ഒരു സേഫ് ആയിട്ടുള്ള ടൗണിലെത്തി. അബൌട്ട് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ ഫ്ലഡ് ആൻഡ് ഹൗ ഹിസ് ഫാമിലി ഷോർട്ട് സെൽഫ്ലെസ് ലവ്, അവരൊരു എന്താ പറയുക, ഒരു വെള്ളപ്പൊക്ക സമയത്ത് അവർ സ്വാർത്ഥതയില്ലാതെയുള്ള അവരുടെ ഒരു കുടുംബത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചൊക്കെ ശേഷം എന്ത് സംഭവിച്ചു എന്നൊക്കെ അവർ ചാറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ, ഈ ഒരു സംഭാഷണം ഇനി നിങ്ങൾ പൂർത്തിയാക്കണം. ഇവിടെയും പറയുന്നുണ്ട് റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്, ഒരു 5 വരിയെങ്കിലും എഴുതണം കേട്ടോ. അപ്പോൾ അർജുന് പറയുന്നുണ്ട്, ഹേയ് ഐ ഹിയർഡ് അബൌട്ട് ദ ഫ്ലഡ് ഇൻ യുവർ ഏരിയ, ആർ യു സേഫ് നൗ? ഞാൻ നിങ്ങളുടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങളൊക്കെ സുരക്ഷിതരാണോ? അവസാൻ യെസ് അർജുൻ, അതെ അർജുൻ, വി ആർ സേഫ് നൗ, ഞങ്ങളിപ്പോൾ സുരക്ഷിതരാണ്. ബട്ട് ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം, പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയം തന്നെ ആയിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം അർജുൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെ തുടർച്ചയായിട്ടുള്ള കോൺവെർസേഷനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ ഇതിൽ എഴുതിയാൽ മതിയാവും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ നേരത്തെ ഒന്ന് എഴുതിയതുണ്ട്, അപ്പോൾ ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3, എഡിറ്റിംഗ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ഇറ്റ്. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ മിസ്റ്റേക്സ് ഉള്ളതാണ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അവർ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു ദ ഏജ് ഓഫ് 7. Usha was worked with her mother as a manual scavenger. That was the age when many children of the village was at school. Usha was married off as an child bride when she was only 10 years old. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നത്? ടു എന്നാണോ അവിടെ ചേർക്കേണ്ടത്? ഫസ്റ്റ് വൺ എ എന്ന് കൊടുത്തിട്ടുള്ളത് ടു ദ ഏജ് ഓഫ് 7 എന്നാണോ? അതുപോലെ തന്നെ ഉഷ ബി വാസ് എന്നാണോ കൊടുക്കേണ്ടത്? വാസ് വർക്ക് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവഞ്ചർ അല്ലേ, അവിടെ വർക്ക് എന്നാണോ വരേണ്ടത്? അതുപോലെ തന്നെ വില്ലേജ് വാസ് അറ്റ് സ്കൂൾ എന്നാണോ? അതായത് ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വാസ് എന്നാണോ വരേണ്ടത്? ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് ആൻ ചൈൽഡ് എന്നാണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് മിസ്റ്റേക്ക് ടു ദ ഏജ് ഓഫ് 7 എന്നല്ല, അറ്റ് ദ ഏജ് ഓഫ് 7 എന്നാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഉഷ വർക്ക് എന്നാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഉഷ വർക്ക്ഡ്, ഉഷ വർക്ക് ചെയ്തു വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവെഞ്ചർ, അങ്ങനെയുണ്ടോ കൊടുക്കേണ്ടത്? ഇനി ദാറ്റ് വാസ് ദ ഏജ് വെൻ മെനി ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് വാസ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വാസ് അല്ല, വേറാണ്, ബിക്കോസ് ഇവിടെ ചിൽഡ്രൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ, ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഓഫ് ദ വില്ലേജ് വേർ അറ്റ് ദ സ്കൂൾ എന്നാണ് കൊടുക്കേണ്ടത്. നോക്കൂ നെക്സ്റ്റ്, ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് ആൻ എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, ആൻ അല്ല, ഓഫ് ആസ് എ ചൈൽഡ്. ചൈൽഡ് എന്നതിന് മുന്നിൽ നമ്മൾ എ ആണ് കൊടുക്കേണ്ടത്, ആൻ അല്ല കൊടുക്കേണ്ടത്. എന്താ കാരണം? അത് വോവൽസ് വേർഡ് അല്ലല്ലേ. അപ്പോൾ ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി 10 years old. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇൻവിറ്റേഷൻ കാർഡ്. ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ്. യുവർ ഫാമിലി സെലിബ്രേറ്റിംഗ് ദ 17th birthday of your grandfather. Prepare an invitation card to invite your family members and relatives. The following hints will help you. അതായത് 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന മുത്തശ്ശൻ്റെ പിറന്നാളിന് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ക്ഷണിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഹിൻസ് ആയിട്ട് ഇവൻറ്റ്, ഡേറ്റ്,
ടൈം ആൻഡ് വെന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവൻറ്റ്, എവിടെയാണ്, അതുപോലെ തന്നെ ഇവൻറ്റ് എന്തൊക്കെയാണ് പരിപാടി, ഡേറ്റ് ഏതാണ്, സമയം, വെന്യൂ അല്ലേ, എവിടെ വെച്ചാണ് എന്നുള്ളതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നിങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ വെച്ചാണ് നമ്മുടെ ഒരു പ്രോഗ്രാം ഉള്ളത്, എന്നീ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം, ടൈമും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കാൻ. ഇനി അടുത്തത് നോക്കൂ, ആക്ടിവിറ്റി 5 ഡിസ്ക്രിപ്ഷൻ. യു ആർ എൻജോയിങ് ആൻഡ് എക്സൈറ്റിംഗ് all about my school writing contest. Write a creative description of your school using the following details. ഇവിടെ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്, എന്തെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, നെയിം ഓഫ് യുവർ സ്കൂൾ, ലൊക്കേഷൻ, ക്ലാസ് ഇൻ വിച്ച് യു ആർ സ്റ്റഡിങ്, മോഡ് ഓഫ് ട്രാവൽ ടു സ്കൂൾ, യുവർ ടീച്ചേഴ്സ്, യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് സ്കൂൾമേറ്റ്സ്, ഫെസിലിറ്റീസ് ഇൻ യുവർ സ്കൂൾ, അതായത് ക്ലാസ് റൂംസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ടോയ്ലറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ, സയൻസ് ലാബ്, ലൈബ്രറി എക്സെട്ര, ക്ലബ് ആക്ടിവിറ്റീസ്, വേരിയസ് സെലിബ്രേഷൻസ്, യുവർ ഫീലിങ്സ് അബൌട്ട് യുവർ സ്കൂൾ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ സ്കൂൾ, മൈ സെക്കൻഡ് ഹോം. I love my school because of the wonderful people there. My teachers are very kind and helpful. My classmates are my best friends and we study and play together every day. Our school has great facilities. We have bright classrooms, a big science lab and library full of storybooks. There is a beautiful garden and a large playground where we play games. We also have clean drinking water and neat toilets. Apart from studies, we have many club activities like music and painting. We celebrate all festivals and our school annual day with great joy. I feel very happy and proud to be a student of this school. It is the best place to learn and grow. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കണം. ആക്ടിവിറ്റി 6 ഡയറി. Aisha suggested Lakshadweep as the destination for the study tour. The class accepted the idea and the teacher announced that they would be visiting Lakshadweep soon. Aisha felt very excited and happy. Write the diary entry of Aisha on that day. അപ്പോൾ ആയിഷ എന്ത് ചെയ്തു, ലക്ഷദ്വീപിലേക്ക് സ്റ്റഡി ടൂർ പോകാനായിട്ട് സജസ്റ്റ് ചെയ്തു അല്ലേ, ആ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തു. അങ്ങനെ ക്ലാസ്സിലുള്ളവരൊക്കെ അത് ഒരു ഐഡിയ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ടീച്ചർ അനൗൺസ് ചെയ്യണം, എന്താണ്, നമ്മൾ ഉടൻ തന്നെ ലക്ഷദ്വീപിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു അനൗൺസ് ചെയ്യണം. ആയിഷ ഒരുപാട് എക്സൈറ്റ് ആവുകയാണ്, ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവൾ ആ ഒരു ദിവസം ആ ഒരു ഡയറി എഴുതുന്നതിനാണ്, അന്നേ ദിവസം എഴുതുന്ന ഡയറി കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നമ്മൾ ഡയറി എഴുതുമ്പോൾ അന്നേ ദിവസത്തെ ഡേറ്റും ഡേയും എഴുതണം കേട്ടോ. ടുഡേ വാസ് സച്ച് ആൻ അമേസിംഗ് ആൻഡ് അൺഫോർഗറ്റബിൾ ഡേ. I still can't believe it. Our class is actually going to Lakshadweep for the study tour. When the teacher asked for suggestions, I nervously mentioned Lakshadweep. I have always dreamed of seeing those crystal clear blue waters and white sandy beaches. To my surprise, the whole class loved the idea. When our teacher finally announced that the destination was confirmed, I felt like jumping with joy. I am so excited to explore the islands, see the coral reefs and enjoy the boat ride with all my friends. It's going to be the best trip ever. I can't wait to start packing. I feel so happy and proud that my suggestion was accepted. It's going to be a dream come true. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഡയറി എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസേഴ്സും വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ.
ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.